നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അവിടെ ദേശീയ പണിമുടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അഖില കേരള പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ അപൂർവമായാണ് നിരത്തിലിറങ്ങുന്നത്. കണ്ണൂർ കാൽടെക്സിൽ പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ ജീവനക്കാരെയാണ് സമരാനുകൂലികൾ തടഞ്ഞത്. വന്നതാണ് 550 സർവീസാണ്. പിന്നെ VS ഉണ്ടെന്ന് കാർഡ് വാങ്ങുന്നത്. 2 തരത്തിലാണ് സമയം വെക്കുന്നത്. ആടെ 550, ഇവിടെ 6:20. അപ്പോൾ 6 മണിക്കാണ് ബസ് ഇവിടുന്ന് പോക്ക്. സാധാരണ 6 മണിക്കാണ് ഇവിടുന്ന് ബസ് സർവീസായിട്ട് പോക്ക്. പിന്നെ ഉദയഗിരി, താബോർ, തിരുമേനി, ചെറുപുഴ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. മലയോര മേഖലയാണ്. അപ്പോൾ ഞാൻ വന്നു, മേലേന്ന് പിന്നെ VS കാർഡൊന്നും തന്നില്ല. അപ്പോൾ ഞാൻ താഴെ പോയി അവർ പറഞ്ഞ് സമയം വെക്കണം എന്ന് പറഞ്ഞ് സമയം വെച്ച്. ഇപ്പോൾ ഫേസ് ആപ്പിൽ പഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പോയി താഴെ പോയി സമയം വെച്ച്. പിന്നെ മന്ത്രി പറഞ്ഞ് ഇന്നത്തെ ദിവസം എന്തായാലും നിർബന്ധമായിട്ട് സർവീസ് നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് സർവീസിന് പോയിട്ടില്ലെങ്കിൽ ഡയസ്നോണാന്ന് പറഞ്ഞു. അപ്പോൾ ഡയസ്നോണ് ആയിട്ട് വെറുതെ ഇന്നത്തെ ശമ്പളം കട്ടാക്കണ്ടെന്ന് ഉള്ള അർത്ഥത്തിലാണ് പിന്നെ ഇന്ന് ജോലിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജോലിക്ക് വന്ന് അപ്പോൾ ഇവർ ബസ് അയക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. 8 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഡ്യൂട്ടി കിട്ടുള്ളൂ. വണ്ടി വിടാത്തതിൻ്റെ കാരണമൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഒരു കാരണവും പറഞ്ഞിട്ടില്ല. വണ്ടി അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടിട്ട് നിൽക്കുന്നത്. മേലെ ഓർഡർ കിട്ടിയില്ല. ഏകദേശം ഒരു 5-10 ആൾ വന്നിട്ടുണ്ട്. 10 മേലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒപ്പിടുമ്പോൾ ഏകദേശം 4ാമത്തെ ഒപ്പം അങ്ങനെ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചത് സർക്കാരാണ്. അവരുടെ തന്നെ അനുകൂല സംഘടനകളാണ് ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തതും ഡയസ്നോൺ പ്രഖ്യാപിച്ച കാരണത്താൽ ജോലിക്കെത്തുന്ന ജീവനക്കാരെ തടയുന്നതും. എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? പൂർണ്ണമായും നിരത്തുകൾ വിജനമാണോ? സർവീസുകളൊന്നും ഓടില്ലെന്നോ? കൃഷ്ണരാജ്, അതുതന്നെയാണ് ഈ ഒരു സംഭവത്തിലെ വിരോധാഭാസം. ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാരാണ്. അതേ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തൊഴിലാളി സംഘടനകൾ തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് ഒരു ബസ് പോലും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് 100ഓളം KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് ഒറ്റ സർവീസ് പോലും KSRTC ബസ്സുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ജനജീവിതം വളരെ ദുസ്സഹമാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കാരണം അപൂർവമായി ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നു. ഏതാണ്ട് 10 മണിയോടുകൂടി ഇവരുടെ ഈ തൊഴിലാളി സംഘടനകളുടെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി നഗരം പൂർണ്ണമായും വിജനമാകാനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇവിടെ തൊഴിലിനെത്തിയ ആളുകൾക്ക് പോലും ബസ്സുകൾ അനുവദിച്ചു കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ ആളുകൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചത് അറിഞ്ഞാണ് ഡ്യൂട്ടിക്ക് എത്തിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ KSRTC ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു രാവിലെ പിന്നെ 5:45 ഞാൻ ഇവിടെ എത്തി. ഫേസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്ത് പിന്നെ VSനോട് കാർഡിന് ചോദിച്ചപ്പോൾ VS പറഞ്ഞ് കാർഡ് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിന്. താഴെ പോയിട്ട് സമയം വെച്ചോന്ന് പറഞ്ഞു. താഴെ വന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞ് കൺട്രോൾ ഷീറ്റ് തന്ന് അതിൽ സമയം വെച്ച് രേഖപ്പെടുത്തി. അതിനുശേഷം 8 മണിക്കൂർ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് 8 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ച് ഇവിടെ അനങ്ങാണ്ട് നിൽക്കുന്നതാണ്. ഈ ബസ്സുകൾ ശരിക്കും അനുവദിച്ച് കിട്ടിയാൽ നിങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്? ബസ്സുകൾ കിട്ടിയാൽ സർവീസ് നടത്താൻ തയ്യാറാണ്. കുറേ കണ്ടക്ടർമാർ കൊണ്ടുവരും, ഡ്രൈവർമാരും ഇവിടെയുണ്ട്. ഇവിടെ ഈ വന്ന സമയത്ത് നിങ്ങളോട് തടയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും? ഒന്നും തടയോ ഒന്നും ചെയ്തു. നേരത്തെ ചില ആളുകൾ വന്നിട്ട് അത് വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ വന്നിട്ട് പ്രശ്നമാക്കി തന്നെ. അല്ലാണ്ട് നമ്മൾ അവരോട് വർത്താനത്തിനോ പിന്നെ പ്രശ്നമാക്കാനോ ഒന്നും പോയിട്ടില്ല. അനങ്ങാണ്ട് ഇവിടെ നിന്ന സമയത്ത് അവർ വെറുതെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ചേട്ടൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലയാണോ? അധികം ബസ്സുകൾ ഇല്ലാത്തൊരു റൂട്ടിൽ കൂടിയാണ് സർവീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം ജനങ്ങളെ സംബന്ധിച്ച് ഇന്നത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും? ഞാൻ സർവീസ് പോകുന്നിടത്ത് KSRTC ബസ് മാത്രമേ ഉള്ളൂ. താബോർ, തിരുമേനി, ചെറുപുഴ എന്ന് പറഞ്ഞ റൂട്ടിലാണ് ഉദയഗിരി വഴി. അത് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണ്. പിന്നെ ആടെ എന്ന് പറഞ്ഞാൽ KSRTC മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകളില്ല. ആ റൂട്ടിലാണ് ഞാൻ സർവീസ് പോകുന്നത്. അപ്പോൾ ഇന്ന് അയച്ചിട്ടില്ല. അയച്ചിട്ടില്ല. ഇപ്പോൾ എത്ര പേരിവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ട്? ജോലിക്ക് ഏകദേശം കുറേ എംപാനലാറും വന്നിട്ടുണ്ട്. പിന്നെ പെർമനൻ്റ് ഏകദേശം ഒരു 10 മേലെ പെർമനൻ്റ് വന്നിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഡയസ്നോൺ ആണെന്ന് മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മന്ത്രി പറഞ്ഞ് ഇന്ന് ജീവനക്കാരെല്ലാം ഹാജരാകണം. പിന്നെ എല്ലാവർക്കും കൃത്യമായി ശമ്പളം തരുന്നില്ലേ. അപ്പോൾ എല്ലാവരും കൃത്യമായി
ജോലി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് വേറെ പ്രതിഷേധ കാര്യങ്ങൾ എന്തെങ്കിലും ആരും ഒന്നും പ്രതിഷേധമൊന്നും ആക്കിയില്ല. ഒരാൾ വെറുതെ ഇങ്ങനെ വാഗ്വാദമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒറ്റ സർവീസ് ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ ഒറ്റ സർവീസ് പോയിട്ടില്ല. പുറമേ നിന്ന് വന്ന സർവീസ് മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് ഒരു സർവീസും അയച്ചിട്ടില്ല. കൃഷ്ണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100ഓളം സർവീസുള്ളൊരു KSRTC ബസ് സ്റ്റാൻഡ്, ഇവിടുന്ന് ഒരു സർവീസ് പോലും പോയില്ല എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി അദ്ദേഹത്തോടൊന്ന് ചോദിക്കാവോ, അതായത് ഹാജർ എങ്കിലും രേഖപ്പെടുത്തിയോ എന്ന്. കാരണം ഡയസ്നോൺ ആണല്ലോ, സർവീസ് നടത്തിയില്ലെങ്കിൽ അത് തൊഴിലാളി സംഘടനകളുടെ കാരണത്താൽ, ഇടത് യൂണിയനുകളുടെ കാരണത്താൽ, സമരക്കാരുടെ കാരണത്താൽ എന്ന് പറയാം. പക്ഷേ ജോലിക്ക് തയ്യാറെത്തിയ അദ്ദേഹത്തിന് ഹാജർ കിട്ടിയോ? ഹാജർ കിട്ടിയെന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇന്ന് ഡയസ്നോൺ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് എത്തിയ ആളുകൾക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാജർ കിട്ടും. പക്ഷേ സർവീസ് നടത്താൻ സാധിക്കുന്നില്ല എന്നൊരു പ്രയാസം മാത്രമാണ് അദ്ദേഹം നമ്മോട് പങ്കുവെച്ചത്. കാരണം രാവിലെ കൃത്യമായി അദ്ദേഹം ഡ്യൂട്ടിക്ക് എത്തിയതാണ്. രാവിലെ 6 മണിക്ക് 6:30 ഇവിടുന്ന് സർവീസ് പുറപ്പെടേണ്ട വാഹനമാണ്. എന്നാൽ സർവീസ് പോകാൻ വേണ്ടി സാധിച്ചില്ല. അത് തന്നെയാണ് ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. ഏതായാലും നിരവധി ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആർക്കും സർവീസ് പോകാൻ സാധിച്ചില്ല എന്നുള്ളൊരു പ്രയാസം മാത്രമാണ് നിലവിലുള്ളത്. കൃഷ്ണരാജ്, ശരി, കണ്ണൂരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സർവീസ് നടത്താൻ വരുന്നവരെ പോലും തടയുന്നു. അവിടെ ഒരു ഡ്രൈവറുടെ പ്രതികരണം നമ്മൾ കേട്ടതുമാണ്. വാഹനങ്ങൾ അപൂർവമായാണ് കണ്ണൂരിൽ നിരത്തിലിറങ്ങുന്നത്. പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ ജീവനക്കാരെ KSRTCയിൽ സമരാനുകൂലികൾ തടയുകയാണ്.